മക്കൾസ് ബാബു സാറാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മൾ ക്വാർട്ടർലി എക്സാമിനേഷനൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു. അതെല്ലാം തന്നെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് വന്നെത്തുകയായി. ഇനി നമുക്ക് എല്ലാ ചാപ്റ്ററുകളെയും വിശദമായി ഗംഭീരമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ക്വാർട്ടർലി എക്സാമിനേഷൻ ഫുൾ മാർക്ക് നമുക്ക് കിട്ടുകയുള്ളൂ. നമ്മൾ പഠിക്കാനുള്ള പാഠങ്ങളിൽ മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാഠം യാത്രാവൃത്താണ്, യാത്രാ വിവരണമാണ്. ഒന്നാമത്തെ യൂണിറ്റിലെ അവസാനത്തെ പാഠമാണ് യാത്രാവൃത്ത്. അതിന്റെ പേര് റൈൻ ബസേരമേം എന്നാണ്. റൈൻ ബസേരമേം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം രാത്രികാല താമസ സ്ഥലം എന്നാണ്. അമൃതലാൽ ബേഗഡ് ആണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ഡയറിയാണിത്. നർമ്മദാ നദീ തീരത്തൂടെ തന്റെ സഹായിയായ ചോട്ടുവിനെയും കൊണ്ട് യാത്ര പോയ സമയത്ത് ഒരു ദിവസം ഉണ്ടായ സംഭവമാണ് അദ്ദേഹം ഈ ഡയറിയായിട്ട് ഈ പാഠത്തിന് ആസ്പദമായി നമ്മൾ പഠിക്കാനുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം പത്തോഡ എന്ന് പറയുന്ന ഗ്രാമത്തിലൂടെ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ സന്ധ്യയായി. അപ്പോൾ നല്ല ശക്തമായ മഴ വരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇന്ന് രാത്രിയിൽ കുറെ കൂടി അങ്ങോട്ട് നടന്നു പോകാൻ പ്രയാസമാണ്. അതുകൊണ്ട് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിളിലെ പണിയൊക്കെ പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ അവിടെ എന്ത് കിട്ടില്ല, അവിടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടില്ല. അപ്പോൾ അവിടുത്തെ നടത്തിപ്പുകാരൻ ഒരാൾ പറഞ്ഞു, നിങ്ങൾ ഇവിടെ താമസിച്ചോളൂ, കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് ബെഡ്ഷീറ്റും മറ്റ് ഹൗസ് കൊടുത്തു. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തുണ്ടു എന്ന് പറഞ്ഞു. ശരി, നിങ്ങൾ ഇന്ന് ഇവിടെ താമസിച്ചോളൂ, ഇതാണ് നിങ്ങളുടെ റൈൻ ബസർ ഇന്നത്തെ രാത്രികാല താമസ സ്ഥലം എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ അങ്ങ് പോയി, അദ്ദേഹം അങ്ങ് പോയി. പിന്നെ ഈ ചോട്ട് പുറത്തുനിന്ന് പരിപ്പ് കറി ഉണ്ടാക്കി, ദാൽ കറി ഉണ്ടാക്കി, ചപ്പാത്തി, ഗാഗഡാണ് ചപ്പാത്തി ഉണ്ടാക്കി, ഒരു പ്രത്യേക രീതിയിലുള്ള ചപ്പാത്തി പൊട്ടി കട്ടിക്കുടി ഉണ്ടാക്കി. അപ്പോൾ മഴ പെയ്തു. അപ്പൊ തന്നെ ഉള്ള കറിയും ചപ്പാത്തിയൊക്കെ എടുത്തിട്ട് ഗാഗഡൊക്കെ എടുത്ത് അകത്തേക്ക് കയറി നിന്നു അവര്. അങ്ങനെ അദ്ദേഹം അവിടെ രാത്രിയിൽ പുറത്തിരുന്ന സമയത്ത് രാത്രിയിൽ ആകാശം വളരെ മനോഹരമായി തോന്നുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ഭക്ഷണമൊക്കെ കഴിച്ചു. ചോട്ടുവിൻ്റെ കൂടെ അവരിങ്ങനെ കിടന്നിരിക്കുകയാണ്. ആ കിടക്കുന്ന സമയത്താണ് അവര് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കിടക്കുന്ന സമയത്ത് ഒരു അർദ്ധരാത്രിയായ സമയത്ത് അദ്ദേഹം ഉണർന്നു നോക്കുന്ന സമയത്ത് കാലിൻ്റെ അടുത്ത് ഒരു മനുഷ്യൻ ചുരുണ്ടുകൂടി കിടക്കുന്നു. എന്തൊക്കെയോ പിറുപിറുക്കുന്നു. ആരാണ് എന്താണെന്നൊരു ഐഡിയ ഇല്ല. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം ആ പിറുപിറുക്കുന്ന മനുഷ്യൻ ഒരുപാട് ശ്ലോകങ്ങൾ പോലെയും മറ്റു കാര്യങ്ങൾ കഥ പറയുന്ന പോലെയും പൊട്ടിച്ചിരിക്കുകയും ദേഷ്യം പിടിക്കുകയോ ചെയ്ത് അദ്ദേഹം എഴുന്നേറ്റ് ഒരൊറ്റ പോക്ക് അങ്ങോട്ട് പോയിട്ട് വാതിലിൻ്റെ അടുത്ത് പോയിട്ട് തിരിഞ്ഞു നിന്നിട്ട് ഗർജിച്ചുകൊണ്ട് ഇവരോട് ചോദിച്ചു, ആരാണ് നിങ്ങളൊക്കെ ഇതിനകത്ത് എങ്ങനെ കയറി എന്ന് ചോദിച്ചു. അപ്പൊ ഇവരാകെ ഭയന്ന് വിറച്ചു. ആരാണ് എന്താണ് ഒന്നും ഒരു ഐഡിയ ഇല്ല. വല്ലാതെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ CID ആണ്, കള്ളന്മാരെ കുറിച്ചുള്ള വിവരം അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങളുടെ ആ പെട്ടിയിൽ എന്താണെന്ന് ചോദിച്ചു. പെട്ടിയിൽ എന്താണെന്ന് ചോദിച്ചിട്ട് അവർ ഞങ്ങളുടെ സാധനങ്ങളൊക്കെയാണെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം പോയിട്ട് പെട്ടി തുറന്നു. പെട്ടി തുറന്നിട്ട് നോക്കുമ്പോൾ ഇവർ ഭയന്നു. കാരണം ഇത്രയും ഭീകരനായ മനുഷ്യന്റെ കയ്യിൽ അതിൻ്റെ അകത്ത് പച്ചക്കറി അരിയാനുള്ള കത്തിയുണ്ട്. ആ കത്തി കൂടി കിട്ടിയ ആകെ പ്രശ്നം, ഞങ്ങൾ 2 ഡെഡ് ബോഡിയായി മാറുമോ ഇവിടെ എന്നുള്ളതാണ് ആകെ പ്രശ്നം. അങ്ങനെ അദ്ദേഹം ആ പെട്ടി തുറന്നിട്ട് എല്ലാ വസ്തുക്കളും ചാക്കു പിച്ചാത്തി അടക്കം എല്ലാം വലിച്ചു പുറത്തേക്ക് എറിഞ്ഞു. അതിൽ 2 പുസ്തകങ്ങൾ കിട്ടി. പക്ഷേ പുസ്തകം കിട്ടിയപ്പോൾ അദ്ദേഹം തുറന്നു നോക്കി, അവിടെ തന്നെ വെച്ചു. എന്നിട്ട് ചോട്ടുവിൻ്റെ അടുത്തേക്ക് ഒന്ന് ചോദിച്ചു, വാട്ട് ഈസ് യുവർ നെയിം? പുള്ളി പറഞ്ഞു, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞു, പേടിച്ചുകൊണ്ട്. പിന്നെ ചോദിക്കുന്നത് നമ്മുടെ അമൃതലാൽ ബേഗഡിനോടാണ്. ആരാണ് നിങ്ങൾ എന്താണ് പരിപാടി എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്താണ് നിങ്ങളുടെ പരിപാടി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു അധ്യാപകനായിരുന്നു, റിട്ടയർഡായി, ഇപ്പോൾ ഞാൻ കുട്ടികളെ പഠിപ്പിക്കലായിരുന്നു എന്ന്. ഓഹോ, നിങ്ങൾ ടീച്ചറാണോ എന്ന് പറഞ്ഞു. ആ, ടീച്ചറാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കിടന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ പെട്ടെന്ന് അവരെന്ത് ചെയ്തു, പുതപ്പെടുത്തിട്ട് കാല് മുതൽ തല വരെ പെട്ടെന്ന് പുതച്ചം കിടന്നു. വേറെ വർത്താനൊന്നും വേണ്ടല്ലോ. അങ്ങനെ കിടന്നു. കുറച്ച് കഴിഞ്ഞ് അവർ കിടന്നു കഴിഞ്ഞ സമയത്ത് ഇവർ വിചാരിച്ചു ഈ മനുഷ്യൻ പോയി കാണുമെന്ന് വിചാരിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ അമൃതലാൽ ബേഗഡിൻ്റെ കാലിൽ പിടിച്ചിട്ട് വലിയ പ്രസ് ചെയ്ത് മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മനുഷ്യൻ. ഒരു കാല് മുഴുവൻ ശക്തിയിൽ മസാജ് ചെയ്തു, പിന്നെ മറ്റേ കാലും മസാജ് ചെയ്തു, പിന്നെ കൈയിലേക്ക് കയറി 2 കൈയും മസാജ് ചെയ്തു. അത് കഴിഞ്ഞാൽ പിന്നെ കഴുത്താ ബാക്കിയുള്ളത്. ഓക്കെ, കൈ 2ഉം മസാജ് ചെയ്തു. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു, ഓരോ വിരലുകളും മസാജ് ചെയ്തു. പിന്നെ അദ്ദേഹത്തിന് പേടിയായി, വിരലുകൾ പിടിച്ച് പൊട്ടിക്കുകയോ മറ്റോ ഒക്കെ. അയ്യോ, അങ്ങനെ അതൊന്നും ചെയ്തില്ല. അദ്ദേഹം 2 കൈ മസാജ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് എന്ത് ചെയ്ത്, ഉള്ളം കൈ തുറന്നിട്ട് അതിലൊരു സംഭവം വെച്ചിട്ട് പുറത്തേക്ക് പോയി. അദ്ദേഹം പുറത്തേക്ക് പോയി. രാവിലെ അപ്പം തന്നെ ചോട്ട് എഴുന്നേറ്റിട്ട് വേഗം തന്നെ പോയി ആ ഗേറ്റ് ക്ലോസ് ചെയ്തു. അകത്തുനിന്ന് പൂട്ടിട്ടു. സമാധാനമായല്ലോ. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് അവർ തൊട്ടടുത്തുള്ള അയൽവാസിയോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്നലെ ഒരു മനുഷ്യൻ വന്നിരുന്നു, ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു, ഞങ്ങളെ വല്ലാത്ത പ്രശ്നങ്ങളിലാക്കി. പക്ഷേ എങ്കിൽ പോലും ഞാൻ അങ്ങ് അധ്യാപകരാണെന്ന് അറിഞ്ഞപ്പോൾ, ഞങ്ങളെ പെട്ടിയിൽ എല്ലാ വസ്തുക്കളും വലിച്ചെറിഞ്ഞപ്പോൾ 2 പുസ്തകം കണ്ടപ്പോൾ അദ്ദേഹം വലിച്ചെറിഞ്ഞില്ല. അധ്യാപകരാണെന്ന് പറഞ്ഞപ്പോൾ എന്നെ വല്ലാതെ ബഹുമാനിച്ചു. അതിനുശേഷം എൻ്റെ കയ്യിൽ ഒരു വസ്തു വെച്ച് നോക്കുമ്പോൾ അത് 20 പൈസയായിരുന്നു. എനിക്ക് എല്ലാ അധ്യാപക ബഹുമതി എന്തൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ഏറ്റവും വലിയ ബഹുമതിയാണ് ഇതിൽ നിന്ന് കിട്ടിയത്. പക്ഷേ അദ്ദേഹം നല്ല ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ സമയത്ത് ഈ
അയൽവാസിയായ യുവാവ് പറഞ്ഞു, അതെൻ്റെ ഫാദറാണ്. അയ്യോ, നിങ്ങളെ ഫാദറാണ് ഇത്ര ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ 2 കാരണങ്ങൾ. ഒന്ന്, ഞാൻ ഇന്നലെ പാടത്തേക്ക് പോയതായിരുന്നു, പാടത്ത് സോയാബീനൊക്കെ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്തിട്ടത് കൊണ്ട് ഞങ്ങൾ പാടത്ത് കാവൽ കിടക്കാൻ പോയി. രണ്ടാമത്തെ കാര്യം, ഞാനിവിടുന്ന് പാടത്തേക്ക് പോകുന്ന സമയത്ത് നിങ്ങളവിടെ ടെമ്പിൾ ഉണ്ട് എന്ന് എനിക്കറിയാലോ, പക്ഷേ പാടത്തേക്ക് പോകുന്ന സമയത്ത് എൻ്റെ ഫാദർ ഇവിടെ ഇല്ല, കാരണം എൻ്റെ ഫാദർ ഇവിടെ അല്ല താമസിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം അനിയൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. രാത്രിയിൽ ഞാൻ പാടത്തേക്ക് പോയതിന് ശേഷമാണ് വന്നത്. പിന്നെ ഇങ്ങനെ ഭീകരാന്തരം സൃഷ്ടിച്ചു എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ പറയുമ്പോഴാണ് അറിയുന്നത്. ഞാൻ രാവിലെ വന്ന് നോക്കുമ്പോൾ വീടിൻ്റെ പുറത്തുള്ള ചബൂത്തറിൽ ഫാദർ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ വന്ന് എവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ സംഭവങ്ങളൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അത് അദ്ദേഹത്തിന് ഭ്രാന്ത് ഇളകിയതാണ്. ഭ്രാന്ത് ഇളകുന്ന സമയത്ത് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നതാണ്, പക്ഷെ ഒരു മനുഷ്യന്മാരെ ആക്രമിക്കാറൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ ചോട്ടുവും അമൃതലാൽ ബേഗഡും പോകുന്ന സമയത്ത് വീടിൻ്റെ മുൻപിലുള്ള ഒരു പുതിയ ഒരു ഉയർന്ന തറയുണ്ട്. ആ ഉയർന്ന തറ, അതിനാണ് ചബൂത്ര എന്ന് പറയുന്നത്, ഉയർന്ന തറ. അതിന് മുകളിൽ ഓലകളൊക്കെ മേഞ്ഞ് കൂര പോലെ ആക്കി വെച്ചിട്ടുണ്ടാവും. അപ്പം എന്താ പറയുക, വീട്ടിൽ രാത്രി ഉള്ള സമയത്ത് അല്ലാത്ത സമയത്തൊക്കെ ഈ ചബൂത്രയിലാണ് ആളുകൾ ഇരിക്കുന്നത്. അവിടെ മേൽക്കൂര പണിതിട്ടുണ്ടാവും. ആ ചബൂത്രയിൽ നിന്ന് ഇറങ്ങി വന്നു, മുട്ടുംകാലിൽ ഇറങ്ങി നീങ്ങിയിട്ട് ഈ അമൃതലാൽ ബേഗഡിൻ്റെ കാല് പിടിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഇന്നലെ ഭ്രാന്ത് ഇളകിയതാണ്. ഇദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്കാണ് ഈ ഭ്രാന്ത് ഇളകുന്നത്. ഭ്രാന്ത് ഇളകിയതാണ്, എനിക്ക് എന്തൊക്കെയാണ് ചെയ്തത് പറഞ്ഞൊന്നും എനിക്കറിയില്ല, ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അന്നപ്പോൾ നമ്മുടെ അമൃതലാൽ ബേഗഡ് അദ്ദേഹത്തെ പറഞ്ഞു, ഭായ് എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിച്ചു പറഞ്ഞു, നിങ്ങൾ അധ്യാപകൻ എന്ന നിലയ്ക്ക് എന്നെ മാത്രമല്ല അധ്യാപക വംശത്തെ മൊത്തമാണ് നിങ്ങൾ ഇന്നലെ രാത്രി ബഹുമാനിക്കുന്നത്. അധ്യാപകൻ എന്ന് കേട്ടപ്പോൾ ഞാൻ ഏത് അധ്യാപകൻ, എന്താണ് എൻ്റെ പേര്, ഊരും നാടും എന്ന് അറിയാതെ ഞാനെന്ന വ്യക്തിയേക്കാൾ അപ്പുറത്ത് അധ്യാപകൻ എന്ന് കേട്ട സമയത്ത് നിങ്ങൾ മുഴുവൻ അധ്യാപകരെയായിരുന്നു ബഹുമാനിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഇന്നലെ എനിക്ക് കിട്ടിയ ആ ആദരവ് എനിക്ക് കിട്ടിയ മറ്റെല്ലാ ആദരവിനേക്കാൾ മഹത്തരവുമാണ് എന്ന് പറഞ്ഞ് അവരങ്ങ് പോവുകയും ചെയ്തു. ഈ പാഠത്തിൽ നിന്ന് ഏറ്റവും പ്രധാനമായി ചോദിക്കുന്ന 4 മാർക്കിൻ്റെ 2 ചോദ്യമാണ്. ഒന്ന്, ആ പ്രധാനപ്പെട്ട പടുക്കഥ, ആ പാഗലായ ആത്മി, ഭ്രാന്തനായ മനുഷ്യൻ വന്ന സമയത്ത് 3 പേര് കൂടെ നടക്കുന്ന സംഭാഷണമുള്ള ഭാഗം നമുക്ക് പടുക്കഥയായി ചോദിക്കും. പിന്നീട് ആ ഭ്രാന്തൻ രാത്രിയിൽ മസാജ് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ 20 പൈസയും വെച്ചു, തിരുമലൊക്കെ കഴിഞ്ഞ് 20 പൈസയും വെച്ച് പോയതിനു ശേഷം അമൃതലാൽ ബേഗഡും ചോട്ടും തമ്മിൽ നടക്കുന്ന കോൺവെർസേഷൻ. ഈ 2 ചോദ്യങ്ങൾ ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇത് പഠിക്കാതെ നിങ്ങൾക്ക് ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഓക്കെ, ആ ചോദ്യങ്ങൾ ഏതാണ് ആദ്യം നമുക്ക് പരിശോധിക്കാം. നോക്കൂ മക്കളെ, ചോദ്യം മൻ പസന്ത് പ്രസംഗ്. നോക്കൂ, മൻ പസന്ത് പ്രസംഗ്, മനസ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സന്ദർഭം. യാത്രാ വിവരണത്തിൽ നിന്ന് ചുരയെ തിരഞ്ഞെടുക്കൂ. ഉസ് പ്രസംഗ് പർ, ആ സന്ദർഭത്തെ ആസ്പദമാക്കി പടുക്കഥാക്ക ഏക് ദൃശ്യയിലേക്ക് പടുക്കഥയുടെ തിരക്കഥയുടെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് നടത്താൻ ആർ അഭിനയിക്കരെ, എന്നിട്ട് അഭിനയിക്കാൻ. ഓക്കെ, അഭിനയൊക്കെ നിങ്ങൾ നടത്തിക്കോളൂ. ആ സന്ദർഭം ഏതാകുമ്പോൾ തിരഞ്ഞെടുക്കാം. ഇതാണ് റെയിൻ ബസരെ രാത്രികാല താമസ സ്ഥലത്ത് ലേഖകനും ചോട്ടും സോത്തെ സമയം കിടന്നുറങ്ങുന്ന സമയത്ത് ഏക് പാഗലാക്കർ, ഒരു ഭ്രാന്തനായ മനുഷ്യൻ വന്നിട്ട് ആക്രോശം ഉണ്ടാക്കാൻ തുടങ്ങി. ഓക്കെ, ആ സമയത്തുള്ള പടുക്കഥ തയ്യാറാക്കരേ, കോലാഹലങ്ങളും ആക്രോശം ഉണ്ടാക്കിയപ്പോൾ ആ സമയത്തുള്ള പടുക്കഥ തയ്യാറാക്കാനാണ് നമ്മൾ ചോദിക്കുന്നത്. അങ്ങനെ നമ്മൾ കണ്ടെത്തിയ ഭാഗം അതാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ പടുക്കഥയാക്കുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സ്ഥാനം എഴുതണം. റൈൻ ബസേര, സ്ഥാന് സമയ പാത്ര ഉമ്ര വേഷഭൂഷ. എന്തൊക്കെ? സ്ഥാന് സമയ പാത്ര ഉമ്ര വേഷഭൂഷ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതണം, കഥാപാത്രങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ സ്ഥാൻ നമ്മൾ എഴുതി, റൈൻ ബസേര രാത്രികാല വാസസ്ഥലം. സമയ ആദി രാത്രി, അർദ്ധരാത്രിയാണ്. ഓക്കെ, 12 മണി കൂട്ടരാത്രി. പാത്ര, കഥാപാത്രങ്ങൾ ആരൊക്കെ? ലേഖകുണ്ട്, ചോട്ടുണ്ട്, പാഗൽ ഭ്രാന്തനുണ്ട്. ലേഖനുണ്ട്, ചോട്ടുണ്ട്, സഹായിയായ, പിന്നെ ഭ്രാന്തനുണ്ട്. ഉമ്ര, അവരുടെ ഏജ് നോക്കുക. ലേഖക 55 സാൽ, ലേഖന ഒരു 55 വയസ്സ് നമ്മൾ കൊടുക്കാം. ചോട്ടു 20 സാൽ, ഒരു 20 വയസ്സ് കൊടുക്കാം. പാഗൽ ഭ്രാന്തന് ലഗ്ഭഗ് 50 സാൽ, ഒരു 50 വയസ്സും കൊടുക്കാം. ഏകദേശം നമുക്ക് തീരുമാനിക്കണം. വേഷഭൂഷ, അവരുടെ ഇട്ടിരിക്കുന്ന ഡ്രസ്സുകൾ സബ്ക, പത്തുലൂൻ ഓർ കുർത്ത, എല്ലാവരും പാൻറ്റും ഷർട്ടുമാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, യെസ്. എന്നിട്ട് ഇനി നമ്മൾ കോൺവെർസേഷനിലേക്ക് കിടക്കണം. അത്ര എഴുതി കഴിഞ്ഞാൽ, പഠിക്കഥയ്ക്ക് അത്ര എഴുതി കഴിഞ്ഞാൽ കോൺവെർസേഷൻ എഴുതുമ്പോൾ നമ്മൾ സന്ദർഭം അവിടെ ബ്രാക്കറ്റിൽ എഴുതണം. സന്ദർഭ്, പാഗൽ ദർവാസെ പർ ഖഡാ ഹോക്കർ ഗുരിയാത്താ ഹെ. പാഗൽ ഭ്രാന്തൻ ദർവാസെ പർ, ഡോറിന്റെ മുകളിൽ, ഖഡാ ഹോക്കർ നിന്നിട്ട്, ഗുരിയാത്താ ഹെ എന്ന് പറഞ്ഞാൽ ഗർജിക്കുന്നു, അലറുന്നു. എന്താണ് ചോദിച്ചത്? പാഗൽ ചോദിക്കാണ്, കോനാത്തും, ആരാ നിങ്ങൾ? യഹാം കൈസെ ഗൂസ് ആയേ ഹോ, ഇവിടേക്ക് എങ്ങനെ കയറി വന്നു നിങ്ങൾ? അപ്പൊ ലേഖക് പറഞ്ഞു, ആരാ ലേഖക്? നമ്മുടെ അമൃതലാൽ ബേഗഡ് പറഞ്ഞു, ജിനോനെ യഹ് മന്ദിർ ബനവായ ഹേ, ജിനോനെ ആരാണോ യഹ് മന്ദിർ, ഈ ടെമ്പിൾ ബനവായ ഹേ ഉണ്ടാക്കിയത്, ബൻവായ ഹേ ഉണ്ടാക്കിച്ചത്,
ഉനോനെ അദ്ദേഹം യഹാം ടഹരായ, അദ്ദേഹമാണ് ഞങ്ങളെ തങ്ങിപ്പിച്ചത്, അഥവാ തങ്ങാൻ അനുവദിച്ചത് എന്ന് പറഞ്ഞു. പാഗൽ മേ സി ഐ ഡി ഹോം, വേണ്ടാത്ത വർത്താനം പറയണേ, ഞാൻ സി ഐ ഡി ആണ്. ചോരോങ്ക, കള്ളന്മാരെ കുറിച്ചുള്ള പതാലഗാത്തവും വിവരം അന്വേഷിച്ചിറങ്ങിയതാണ്. അപ്പൊ ലേഖക് ഹം തോ ചോർ നഹി, ഞങ്ങള് കള്ളന്മാരല്ല എന്ന്. അപ്പൊ പാഗൽ ഇസ് പിട്ടൂമ ക്യാ ഹേ, ഈ പെട്ടിയിൽ എന്താണ്? അപ്പൊ ലേഖക് ഇസ്മേ, ഇതിൻ്റെ അകത്ത് ഹമാര, ഞങ്ങളുടെ വസ്ത്രമാണുള്ളത്, ഓർ സാമാൻ ഹേ, പിന്നെ അല്ലാത്ത കുറച്ച് സാധനങ്ങളുണ്ട്. പാഗൽ പിട്ടു കോൽക്കർ, ആ ഭ്രാന്തൻ പെട്ടി തുറന്നിട്ട് കുച്ച് സാമാൻ, കുറച്ച് സാധനങ്ങൾ, ഫേങ് തേ, എല്ലാം എടുത്ത് പുറത്തേക്ക് വലിച്ചെറിയുന്നു. പുസ്തകം മാത്രം അവിടെ വലിച്ചെറിഞ്ഞില്ല, ഒക്കെ വലിച്ചെറിഞ്ഞു. അപ്പൊ പാഗൽ ചോട്ടു സെ, എല്ലാം വലിച്ചെറിഞ്ഞതിന് ശേഷം ചോട്ടുവിനെ കണ്ടിട്ട്, പുസ്തകം അദ്ദേഹം എല്ലാ വസ്തുക്കളും വലിച്ചെറിഞ്ഞു, പിച്ചാത്തിന്റെ വലിച്ചെറിഞ്ഞു, പിന്നെ 2 ബുക്ക് കണ്ടപ്പോൾ തുറന്നു നോക്കി അവിടെ തന്നെ വെച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ആരാന്ന് ചോദിച്ചു. ചോട്ടു സെ വാട്ട് ഈസ് യുവർ നെയിം, ബുക്കൊക്കെ കണ്ട സമയത്ത് വലിയ ആളുകളായിരിക്കും, അതുകൊണ്ട് വാട്ട് ഈസ് യുവർ നെയിം, എന്താ നിങ്ങളുടെ പേര് എന്ന് ചോദിച്ചു. അപ്പൊ ചോട്ട് പറഞ്ഞു, മുച്ച് അംഗ്രേസി നഹി ആതി, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ പാഗൽ ലേഖക് സെ, അപ്പോൾ ആ ഭ്രാന്തൻ നമ്മുടെ അമൃതലാൽ ബേഗഡായ ലേഖകനോട് ചോദിച്ചു. ലേഖക് സെ തും ക്യാ കർത്തേ ഹോ, എന്താ നിങ്ങളുടെ പേര്? തും ക്യാ കർത്തേ ഹോ, നിങ്ങൾ എന്ത് ചെയ്യുന്നു? തും ക്യാ കർത്തേ ഹോ, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ലേഖ പറഞ്ഞു, മേ ശിക്ഷക്കും, ഞാനൊരു ടീച്ചറാണ്. അപ്പൊ റിട്ടയർ ഹോ ഗയാ ഹൂ, ഇപ്പോൾ ഞാൻ റിട്ടയർഡ് ആയി എന്ന് പറഞ്ഞു. അപ്പൊ പാഗൽ പറഞ്ഞു, അച്ഛാ ശരി, സോ ജാവോ, എന്നാ നിങ്ങൾ ഉറങ്ങിക്കോ. ഇത്രയാണ് ഇവർ തമ്മിൽ പറയുന്നത്. ഈ ഭാഗം എഴുതി വെച്ചാൽ മക്കളെ, നമുക്ക് 4 മാർക്കാണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ് ഈ പാഠത്തിന്റെ ഹൈലൈറ്റ് ഭാഗം. ഓക്കെ, രായൻ ബസേരമേ, രാത്രികാല വാസസ്ഥലത്ത് സംഭവിച്ച ഈ കാര്യം പറയാനാണ് അദ്ദേഹം ഈ ഡയറിയുടെ ഭാഗം നമുക്ക് പാഠമായിട്ട് ഉൾപ്പെടുത്തി തന്നിരിക്കുന്നത്. ഓക്കെ, യെസ്. ഇനി നമുക്ക് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, അതായത് അങ്ങനെ രാത്രിയിൽ ഭീകരാന്തരീക്ഷമൊക്കെ സൃഷ്ടിച്ച് ഇവരോട് ആരാ എന്താന്നൊക്കെ ചോദിച്ചു, അധ്യാപകരാന്നൊക്കെ പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ കാലും കൈയൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ചെയ്തു കൊടുത്ത് ബാക്കിയുള്ള കാര്യങ്ങളും സംഭാഷണമായിട്ടല്ല, മസാജ് ചെയ്തത് കാലും കൈയൊക്കെ തിരുമ്മി കൊടുത്ത് മിണ്ടാതെ അദ്ദേഹം പോവുകയാണ്. സംഭാഷണം ഇത്രയും ഭാഗമുള്ളൂ. അദ്ദേഹം പിന്നെ അങ്ങ് പോയി കഴിഞ്ഞതിന് ശേഷം ചോട്ട് ഓടിച്ചെന്നിട്ട് ആ ജാലിവാല ദർവാസ, അതായത് അഴികളായിട്ടുള്ള വെൽഡ് ചെയ്ത് കമ്പി കൊണ്ടുണ്ടാക്കിയ ആ വാതിൽ അകത്തുനിന്ന് ക്ലോസ് ചെയ്തു. ഓക്കെ, താല ഡാൽ ദിയ, ലോക്ക് ഇട്ടു. അപ്പൊ അതിന് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അമൃതലാൽ ബേഗഡും ചോട്ടും തമ്മിൽ നടക്കുന്ന സംഭാഷണം അതെന്തായിരിക്കാം എന്നുള്ളതാണ്. നോക്കൂ, ചോദ്യം ഇതാണ്, ബാച്യത്തിലേക്ക് സംഭാഷണം ഇതാണ്. അപരിചിത വ്യക്തിക്ക് ജാത്തെ ഹി, അപരിചിതനായ വ്യക്തി അതായത് പാഗൽ മനുഷ്യൻ പോയതിനു ശേഷം ചോട്ടുവിനെ ദർവാസ ബന്ദ് കറക്കെ, ചോട്ടു വാതിൽ ക്ലോസ് ചെയ്തിട്ട് ഉസ്പർ താല ലഗാദിയ, അതിൽ എന്ത് ചെയ്തു, താല ഇട്ടു. താല എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ ഓടാമ്പിൽ എന്നൊക്കെ പറഞ്ഞ സാധനമല്ലേ, താല ഇട്ട് അടിച്ചു പൂട്ടി അല്ലേ, താല അതിട്ടിട്ട് താല ലോക്ക് ഇട്ടു. താല എന്ന് പറഞ്ഞാൽ എന്താണ്, ലോക്ക് ഇട്ടു. ഓടാമ്പിലിട്ടിട്ട് ലോക്ക് ഇട്ടു. ഈ പ്രസംഗ് പർ, ആ സന്ദർഭം വന്നിട്ട് ചോട്ടു അവർ ലേഖകെ ബീച്ചക്കി, ചോട്ടുവിന്റെയും ലേഖന്റെ ഇടയ്ക്കുള്ള ബാച്യത്തിലേക്ക് സംഭാഷണം തയ്യാറാക്കാനാണ് ചോദിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോ ആ വാർത്താലാപ് ഇങ്ങനെയാണ്. ആരൊക്കെയാ നമ്മളെ? ചോട്ടുകൊണ്ട് നമ്മുടെ ലേഖൻ ആരാണ്? അമൃതലാൽ ബേഗഡ്ജിയാണ്. വാർത്താലാപ് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, സിമ്പിൾ. ലേഖക് അരേ ചോട്ടു, എടോ ചോട്ടു, ദർവാസ ക്യോം ബന്ദ് കറിയാ തുമ്നെ, ദർവാസ വാതിൽ, ക്യോം എന്തിനാണ്, ബന്ദ് കിയ ക്ലോസ് ആക്കിയത്, തുമ്നെ നീ എന്ന് ചോദിച്ചു. അപ്പൊ ചോട്ട് പറഞ്ഞു, സാഹബ് ജി വോ ആത്മീ പാഗലെ, ആ മനുഷ്യ ഭ്രാന്തനാണ്, ജാനേതോ പോയിക്കോട്ടെ. അപ്പൊ ലേക്കിൻ എന്നാൽ മുച്ചേ വാ, എനിക്ക് അദ്ദേഹത്തെ അച്ഛ ആത്മീയിലെ ഗ്രഹത, ഒരു നല്ല മനുഷ്യനെ അലറിപ്പൊളിച്ചു അക്രമമൊക്കെ ഉണ്ടാക്കിയൊക്കെ ശരിയാണ്, പക്ഷെ എനിക്ക് അയാളൊരു നല്ല മനുഷ്യൻ, എവിടെയോ അയാളിൽ ഒരു നല്ല ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ചോട്ടു മുച്ചേത്തോ ഉത്തന ഭരോസ നഹി, നിങ്ങൾക്ക് നല്ല ആളാന്ന് തോന്നുന്നുണ്ടാവും. മുച്ചേത്തോ, എനിക്കാണെങ്കിൽ ഉത്തന അത്ര ഭരോസ നഹി, എന്തല്ല ഭരോസ, വിശ്വാസമല്ല. നിങ്ങളെ കാലും കൈയൊക്കെ തിരുമ്മി തന്നു പോയി, ഇനി കുറച്ച് കഴിഞ്ഞാൽ എന്നെയാ തിരുമ്പാൻ ബാക്കിയുള്ളത്. അപ്പൊ എന്നെ വന്നു കഴിഞ്ഞാൽ എനിക്ക് അത്ര ഭരോസ പോരാ, എനിക്കത്ര ഭരോസ നഹി എന്ന് പറഞ്ഞാൽ വിശ്വാസം പോരാ, നല്ല മനുഷ്യനാണെന്നുള്ളത്. അപ്പൊ ലേഖക് മഗർ ഇസ് രാത്മേ, പക്ഷേ ഈ രാത്രിയിൽ, മഗർ ഒരു പക്ഷേ, ഇസ് രാത്മേ ഈ രാത്രിയിൽ, ഉസെ ബാഹർ നിക്കാല, ആ മനുഷ്യനെ പുറത്താക്കുക, തീ കേൾക്കുക, ശരിയാണോ? മഴയൊക്കെ പെയ്യല്ലേ, അപ്പൊ അദ്ദേഹത്തെ നമ്മളെപ്പോലെ വന്നു കയറിയ മനുഷ്യനല്ലേ, അതുകൊണ്ട് അദ്ദേഹത്തെ വാതിലടച്ച് പുറത്താക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ ചോട്ടു മേത്തോ, ഞാനേ ഹം ദോനോക്ക, നമ്മൾ 2 പേരുടെയും സുരക്ഷ, സെക്യൂരിറ്റി ദേഗ്രഹാദ് നോക്കിയത് മാത്രം, നിങ്ങൾ വേറെ മനുഷ്യത്വപരമെന്ന് നമുക്ക് പറഞ്ഞ വലിയ കാര്യമൊന്നും എന്നോട് പറയണ്ട. അപ്പൊ ലേഖക് ഇൻസാനിയത്ത് ബി, മനുഷ്യത്വം എന്നുള്ളത് ജറൂരി ഹേൻ ചോട്ടു, പ്രധാനപ്പെട്ടതാണ് ചോട്ടു. നമ്മളെ കാര്യം മാത്രമല്ല, അപ്പുറത്തൊരു മനുഷ്യനെ നമ്മൾ പുറത്താക്കി ഒരു പക്ഷേ അദ്ദേഹം വെയിലും മഴ കൊള്ളും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, മനുഷ്യത്വം എന്നുള്ളൊരു കാര്യം നോക്കണ്ടേന്ന് പറഞ്ഞു.
അപ്പോ ചോട്ടു മുച്ചേ മാലൂഹേ സാബ്, എനിക്കറിയാം സാബേ, പർ ഡർ ബി ലക്തായ, മനുഷ്യത്തുള്ള കാര്യമൊക്കെ നിങ്ങൾ മാത്രമല്ല എനിക്കറിയാം സാർ, പക്ഷേ ഡർ ബി ലക്തായ, എനിക്ക് പേടിയാവുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പോഴേക്ക് ഡർ സേ ജാദ, പേടിയേക്കാൾ കൂടുതലായിട്ട് കരുണാസെ ജീന ജറൂറി ചോട്ടു. ഡർ സേ ജാദ, പേടിയേക്കാൾ കൂടുതൽ, കരുണാസെ, കാരുണ്യത്തോടു കൂടി, ജീന ജറൂറി ഹേ, ജീവിക്കേണ്ടത് പ്രാധാന്യമാണ്. ചോട്ടു നമ്മൾ പേടിച്ച് ജീവിക്കുക എന്നതിനേക്കാൾ ഉപരി, എല്ലാ ജീവനും പേടിച്ച് ജീവിക്കുക എന്നതിനേക്കാൾ ഉപരി, എല്ലാവരെയും പേടിച്ച് ജീവിക്കുക എന്നുള്ളതിനാൽ എല്ലാവരോടും കാരുണ്യം കാട്ടി ജീവിക്കുക എന്നുള്ളതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ചോട്ടു തന്നെ. അപ്പൊ ചോട്ടു ടീക്കോ ഒക്കെ ശരിയായിരിക്കാം, ഫിലോസഫി ഒക്കെ ശരിയായിരിക്കാം, പർ മേ ദർവാസ നെഹി കൊല്ലുക, പക്ഷെ ഞാൻ ഡോർ തുറക്കുന്ന പ്രശ്നമില്ല. ഞാൻ ദർവാസ വാതിൽ നെഹി കൊല്ലുക, തുറക്കില്ല എന്ന് പറഞ്ഞാൽ തുറക്കില്ല. ഇതാണ് ഇവർ രണ്ടുപേരും നടക്കുന്ന സംഭാഷണം. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത് രണ്ടും നമ്മൾ പരീക്ഷയ്ക്ക് പഠിച്ചേ പറ്റൂ. പഠിച്ച് സെറ്റാക്കി എഴുതിയെടുത്ത് നിങ്ങൾ കാണാതെ എഴുതി നോക്കി പഠിച്ചിട്ട് വേണം പരീക്ഷകളിലൊക്കെ പോകാൻ. ഓക്കെ, ബൈ. ഇതുപോലെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.